നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് പഞ്ചായത്ത് മെമ്പർ PN അനിൽ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ തടഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് മയിലാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്നാണ് 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കുന്നത്തുപുരയ്ക്കൽ നഗർ. കഴിഞ്ഞ പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് AE സ്വകാര്യ വ്യക്തിക്ക് മണ്ണെടുപ്പ് നടത്താൻ അനുമതി നൽകിയതെന്നും പ്രദേശവാസികളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പ് നടത്താൻ അനുവദിക്കില്ലെന്നും വാർഡ് മെമ്പർ PN അനിൽ മാസ്റ്റർ പറഞ്ഞു. ഈ പ്രദേശം മണ്ണെടുക്കാൻ യോഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് വലിയ അളവിലോളം മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. സീനിയർ ജിയോളജിസ്റ്റ് ഈ പ്രദേശം കണ്ടിട്ട് പോലുമില്ല. അവരെല്ലാം ഇതിൽ ഒപ്പിട്ടുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ വീടിനും ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനും യാതൊരു പ്രാധാന്യവും നൽകാതെ, അവരുടെ ജീവന് യാതൊരു വിലയും നൽകാതെയാണ് ഇവിടെ മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വേലൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ജിയോളജിസ്റ്റ് നേരിട്ട് വന്ന് പരിശോധിച്ച് ഈ ഒരു ഉത്തരവ് നിർത്തലാക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലം പരിശോധിക്കാതെയാണ് സീനിയർ ജിയോളജിസ്റ്റ് മണ്ണെടുപ്പിന് അനുമതി നൽകിയത്. മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങളുടെ പാവങ്ങളുടെ ഒരു പരാതിയാണ് ഞങ്ങൾ ബോധിപ്പിക്കുന്നത്. എല്ലാ ഭാഗത്തും ഉരുളുപൊട്ടി മണ്ണിനടിയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ഞങ്ങൾ കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ ഈ ഭാഗത്ത് വലിയൊരു 2 വീട് ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചു. അവർ ചന്ദ്രൻ 2 അവിടെ നിന്ന് വീട് മാറേണ്ടി വന്നു. ബാക്കിയുള്ളവർക്കും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങൾ ഈ മണ്ണെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയാൽ ഞങ്ങളെ എവിടെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവർ ചെയ്യണത്? പരിസ്ഥിതി ലോല പ്രദേശമായ തയ്യൂർ മയിലാടിക്കുന്നിലെ മണ്ണെടുപ്പ് വർഷകാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ തന്നെ മണ്ണെടുപ്പിനെതിരെ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വലിച്ചെറിയൽ മുക്ത സന്ദേശവും പൊതുയിടങ്ങളുടെ ശുചീകരണവും നടന്നു. വേലൂർ പോസ്റ്റ് ഓഫീസിൽ സെന്ററിൽ നടന്ന പരിപാടി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് അംഗം ശുഭ അനിൽകുമാർ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ്, അസിസ്റ്റന്റ് സെക്രട്ടറി TK സിദ്ധാർത്ഥൻ, ഹരിതകർമ്മസേന സെക്രട്ടറി ബിന്ദു നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് വേലൂർ സെന്റർ പരിസരം ശുചീകരിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്കിൽ നവീകരിച്ച ഓഫീസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് V വേണുഗോപാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, AA കൃഷ്ണൻ, കണ്ടാണശ്ശേരി വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഉഷാക്കുട്ടൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അപ്പു, ബാങ്ക് വൈസ് പ്രസിഡന്റ് MA ജോസ്, സെക്രട്ടറി CN രംഗീഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അർബൻ ബാങ്ക് അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന സായാഹ്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത്, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, CITU ഏരിയ സെക്രട്ടറി AS മനോജ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി ഫാമിലിയുടെ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. എരുമപ്പെട്ടി മഹല് ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്രയുടെ ശ്രമഫലമായാണ് കിറ്റുകൾ ലഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. മഹല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാക്കവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷെരീഫിന്റെ മകൻ മുഹമ്മദ് സിനാൻ, പാമ്പ്ര ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി PK അബൂബക്കർ, എരുമപ്പെട്ടി മഹല് പ്രസിഡന്റ് അബ്ബാസ് കാര്യങ്ങൽ എന്നിവർക്ക് കിറ്റ് കൈമാറി. മഹല് UAE കമ്മിറ്റി പ്രസിഡന്റ് അസീസ് നാറാണത്ത്, ഉമ്മർ പള്ളിപ്പാടം, PY അബു സാലി, PM യൂസഫ്, ഉല്ലാസ് മുഹമ്മദ്, PM അഷ്റഫ്, PM ഫൈസൽ, മുത്തലിബ് ഹാജി, PU കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലൂടെ പൊന്നൂർക്കുളം പഞ്ചായത്തിലെ പൊതുകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 2ാം വാർഡിലെ ചിറം പൊതുകുളത്തിലാണ് 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്.
പൊന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E.K. നിഷാർ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 2ാം വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, ഫിഷറീസ് ഉദ്യോഗസ്ഥരായ ഗീതമോൾ, ആയിഷ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വനിതകൾക്കായി ജിംനേഷ്യം സെന്റർ തുടങ്ങി. വനിതകളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിലും ജിംനേഷ്യം സെന്റർ ആരംഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിട്ടാണ് കാട്ടകമ്പാൽ പഞ്ചായത്ത് 3ാം വാർഡ് കരിയാമ്പ്ര 56ാം നമ്പർ അംഗനവാടിക്ക് മുകളിൽ സെന്റർ ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൻഡോ റെനി, ബിന്ദു മനോഹരൻ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ പരിശീലനത്തിനായി ഒരു ഇൻസ്ട്രക്ടറെ നിയമിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ തന്നെ വയസ്സായവരെ ശുശ്രൂഷിക്കുകയും ഇത്രയും ആൾക്കാർക്ക് വെച്ച് വിളമ്പൊക്കെ വലിയ പണിയായിട്ട് നമ്മുടെ വീടിനുള്ളിലുണ്ടായിരുന്നു. അന്ന് ഇത്ര വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. മിക്സി പോലും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ഫാൻ പോലും ഉണ്ടായിരുന്നില്ല. വലിയ പറമ്പും വലിയ തൊടി, ഒരുപാട് കൃഷിയും ഉണ്ടായിരുന്നു, ജനസംഖ്യയും കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്നു. എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞ പോലെ 4-5 സെൻറ്റിൽ, ചിലപ്പോൾ 1-2 സെൻറ്റിൽ ഒരു വീട് മാത്രം. ആ വീട്ടിൽ പിന്നെ നമുക്ക് അമ്മിടാനോ ആട്ടുകല്ലിടാനോ അല്ലെങ്കിൽ തിരുമണ കല്ലിടാനോ ഒരു സൗകര്യം ഉണ്ടായിരിക്കുക. ഈ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൊണ്ടിട്ടുള്ള, പിന്നെ മാത്രമല്ല അന്ന് സ്ത്രീകളൊന്നും പുറമെ തൊഴിലന്വേഷിച്ച് പോയിരുന്നില്ല. വീട്ടിലെ ആണുങ്ങൾ, പുരുഷന്മാർ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന എത്ര തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിലും അതുകൊണ്ട് ഒതുങ്ങി കൂടിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് കാലങ്ങളൊക്കെ വ്യത്യസ്തമായപ്പോൾ നമ്മുടെ ജീവിത ചെലവ് കൂടി, നമ്മുടെ പ്രാരാബ്ദങ്ങൾ കൂടി, മക്കളെ കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്നതിന് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം BRC തല പഠനോത്സവം ഇരിങ്ങപ്പുറം സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിൽ ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ കുട്ടികളുടെ പഠന മികവ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മുൻപിൽ അവതരിപ്പിക്കുക എന്നതാണ് പഠനോത്സവത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ വാർഡ് കൗൺസിലർ ദീപ ബാബു അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് DEO ജയശ്രീ ടീച്ചർ മുഖ്യാതിഥിയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ PS ഷൈജു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ BRC ചാവക്കാട് MT സംഗീത, SMC ചെയർമാൻ TS പ്രദീപ്, MPTA പ്രസിഡന്റ് ജസ്മ ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സ്കിറ്റും വിദ്യാർത്ഥികളുടെ കോർണർ തല പ്രദർശന മത്സരവും ഉണ്ടായിരുന്നു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം ഒരുമനിയൂർ പഞ്ചായത്തിൽ പൊതുകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 6ാം വാർഡ് എരിഞ്ഞാംകുളത്തിലാണ് ഗ്രാസ് കാർപ്പ് ഇനത്തിലെ 600 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെമ്പർമാരായ സിന്ധു അശോകൻ, ചാക്കോ, ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീത എന്നിവർ പങ്കെടുത്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായി ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ ലഹരിവിരുദ്ധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് KPGD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സാഹിത്യകാരനുമായ ഡോക്ടർ അജിതൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. KPGD തൃശൂർ ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷത വഹിച്ചു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കൺവീനർ രേണുക മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ, ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലൈല P, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.